ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് സിലബസിൽ പ്രിയാമ്പിൾ എന്ന ടോപ്പിക്ക് പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, ഈ പ്രിയാമ്പിൾ എന്ന ടോപ്പിക്ക് സ്റ്റിൽ റെലവൻ്റ് ആണ്. അതായത് നമ്മൾ പൊളിറ്റിയുടെ സിലബസിൽ കാണുന്നു എന്നതിനപ്പുറം സ്റ്റിൽ റെലവൻ്റ് ആണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾസ് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ ആർട്ടിക്കിൾസിനകത്ത് കണ്ടോ, പ്രിയാമ്പിൾ പ്രിയാമ്പിൾ പ്രിയാമ്പിൾ, ഈ അടിവരയിട്ടിരിക്കുന്ന വരെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കിനെ റെലവൻസ് കാണിക്കുന്നതാണ്. കാരണം എപ്പോഴും സിലബസിൽ, പ്രത്യേകിച്ച് പ്രിലിംസിൻ്റെ ആണെങ്കിലും സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് താഴെ കറണ്ട് ഇവൻറ്റ്സ്, അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, എനിവേ, ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഇതെന്നല്ല ഏതൊരു കാര്യവും പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ എന്നുള്ള ചില ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കണം. ഓക്കെ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിട്ടൊന്നും കാണാണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് സിലബസിൽ. ഓക്കെ, ഇതിപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസാണ്. ഇതിനകത്ത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് സെക്കൻഡ് ടോപ്പിക്കാണ്. സെക്കൻഡ് ടോപ്പിക് ആണെങ്കിൽ കൂടിയും നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് പ്രിയാമ്പിൾ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നോക്കുക, എന്താണ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ജനറൽ മീനിങ്ങിൽ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്നു അല്ലേ, പുസ്തകത്തിന് ഒരു ആമുഖമുണ്ട്. എന്തായിരിക്കും ആമുഖത്തിൽ? സാധാരണ ആമുഖം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പുസ്തകത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ അല്ലേ. പുസ്തകത്തിലെ ചില വരികളോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ടാവും. പുസ്തകത്തിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നമുക്ക് തരും. ജനറൽ മീനിങ്ങിൽ നമ്മുടെ പ്രിയാമ്പിളും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം തന്നെയാണ്. അതുകൊണ്ടാണ് കണ്ടില്ലേ, പ്രിഫേസ് ഓർ ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കണ്ടോ? അതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ ആമുഖം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനെ പല കാലത്തും പല രീതിയിൽ വിശേഷിക്കപ്പെട്ടു. ഒരു ഉദാഹരണമാണ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് എന്നെ പൽക്കിവാലയാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിൽ ചില എക്സ്ട്രാ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ അതൊരു റിവിഷനായിട്ട് കൂട്ടുക, അറിയില്ലാത്തവർ അതൊന്ന് കുറിച്ച് വെച്ചാൽ ഏതെങ്കിലും എക്സാം ഹാളിൽ അത് ഉപകരിക്കുന്നതാണ്. കാരണം നമ്മൾ എക്സാം ഹാളിൽ വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഉത്തരം അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ. ഈ അറിയാത്ത അവസ്ഥയിൽ നമുക്ക് നടക്കുന്ന എലിമിനേഷൻ ആയിരിക്കും അല്ലേ. ഈ എലിമിനേഷൻ നടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡംലി അറിയാവുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്ന് കട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എന്നെ പൽക്കിവാല എന്ന് പറയുന്ന വ്യക്തി നമുക്ക് ഫേമസ്ലി അറിയാവുന്നൊരു കേസുണ്ട്, കേശവാനന്ദ ഭാരതി കേസ്. നമ്മൾ ഈ പ്രിയാമ്പിളിൻ്റെ ഭാഗത്തും ഭരണഘടന പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ് അല്ലേ. അപ്പോൾ ഈ എന്നെ പൽക്കിവാലയുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പുള്ളി കോൺസ്റ്റിറ്റ്യൂഷനെ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹമായിരുന്നു ഈ കേശവാനന്ദ ഭാരതി കേസിലെ ചീഫ് കൗൺസിലും. ഓക്കെ, അദ്ദേഹമാണ് പറഞ്ഞത് ബേസിക് സ്ട്രക്ചർ എന്ന ഭാഗം, ഓക്കെ, ബേസിക് സ്ട്രക്ചറൊക്കെ എന്താണെന്ന് വിശദമായിട്ട് പഠിക്കും. ബേസിക് സ്ട്രക്ചർ എന്ന ഭാഗം അമെൻഡ് ചെയ്ത് മാറ്റാൻ പാർലമെന്റിന് അധികാരം കൊടുക്കരുത് എന്ന് ശക്തമായിട്ട് വാദിച്ച ആളായിരുന്നു എന്നെ പൽക്കിവാല. അദ്ദേഹം UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഹൊറോസ്കോപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ഓക്കെ, KM മുൻഷിയെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. കാരണം അദ്ദേഹം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സബ് കമ്മിറ്റി മെമ്പറായിരുന്നു KM മുൻഷി. അദ്ദേഹം പറഞ്ഞത് ഹൊറോസ്കോപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രിയാമ്പിൾ എന്താണെന്ന് പരിചയപ്പെട്ടു അല്ലേ. ജനറലി പറഞ്ഞു ഒരു ആമുഖമാണ് എന്ന് ജനറൽ മീനിങ് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന എന്നതിനെ ഐഡൻറ്റിറ്റി കാർഡെന്ന് എന്നെ പൽക്കിവാലയും ഹൊറോസ്കോപ്പാണെന്ന് KM മുൻഷിയും വിശേഷിപ്പിച്ചു. ഓക്കെ, ഇനി എന്താണ് പ്രിയാമ്പിൾ എന്ന് പഠിച്ചു അല്ലേ. ഈ ഒരു ഭാഗം നമ്മുടെ ഭരണഘടനയിൽ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ അടുത്തത് അറിയണം അല്ലേ. അതാണ് ഹൗ പ്രിയാമ്പിൾ ഇവോൾവ്ഡ് എന്ന് പറയുന്നത്.
അതിന് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം, ഈ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞൊരു കാര്യം ഭരണഘടനയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു രാജ്യമുണ്ട്. അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർഷം നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടില്ലേ, 1789. ഈ 1789 തന്നെ ലോക ചരിത്രത്തെ മാറ്റിമറിച്ചൊരു മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. അറിയാവുന്നവർ ഊഹിക്കുക, അത് ഫ്രഞ്ച് റവല്യൂഷനാണ് കേട്ടോ. ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, അതും 1789. അമേരിക്കൻ ഭരണഘടന വന്നതും 1789 ഫ്രഞ്ച് റവല്യൂഷൻ വന്നതും അതേ വർഷം തന്നെ. ഓക്കെ, എക്സാക്ട്ലി പറഞ്ഞാൽ മെയ് 5 ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത്. ഓക്കെ, അത് സൈഡായിട്ട് കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിലാണ് ആദ്യമായിട്ട് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞൊരു ഭാഗം വന്നത്. ലോകത്തിലെ ആദ്യത്തെ റിട്ടൺ ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനൊരു പ്രിയാമ്പിൾ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി BN റാവു ആണ്. ഓക്കെ, BN റാവു എന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതായത് ഭരണഘടന നിർമ്മാണ സഭയുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. ഓക്കെ, അത് മറക്കരുത്. PC ചോദിക്കുന്ന ചോദ്യമാണേ. ഓക്കെ, പുള്ളി ആവശ്യപ്പെട്ടു, അദ്ദേഹം നമുക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് വന്നില്ല. പിന്നീട് ഇത് എവിടുന്ന് വന്നു? അത് നമ്മുടെ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം അവതരിപ്പിച്ചിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. അത് അവതരിപ്പിച്ച ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിസംബർ 13, 1946. അത് അംഗീകരിച്ചത്, അവതരിപ്പിച്ചത്, അംഗീകരിച്ചത് രണ്ടും രണ്ട് ഡേറ്റ് ആണ്. ഡേറ്റുകൾ തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, ഈ ജനുവരി 22, 1947 ഇത് അംഗീകരിക്കുന്നത്. ഏത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഡിസംബർ 13, 1946 അവതരിപ്പിച്ചു, 1947 ജനുവരി 22 അംഗീകരിച്ചു. എന്ന് വെച്ചാൽ അടുത്ത വർഷമായെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി ഒരു മാസത്തിന്റെ ഗ്യാപ്പേ ഉള്ളൂ. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രിയാമ്പിൾ ആയത് എന്തുകൊണ്ട്? ഓക്കെ, എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ കീ പ്രിൻസിപ്പിൾസ് പ്രിയാമ്പിൾ ആക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേംസ് കണ്ടോ, സോവറനിറ്റി, ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക്, ജസ്റ്റിസ്, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. നമ്മൾ ആദ്യം പ്രിയാമ്പിളിൻ്റെ ഒരു ടെക്സ്റ്റ് കണ്ടിരുന്നു അല്ലേ? ഇത് കണ്ടില്ലേ? ഇതിനകത്ത് കണ്ടില്ലേ? സോവറിൻ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക്, ഫ്രറ്റേണിറ്റി. കണ്ടോ? ഇതൊക്കെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രിയാമ്പിൾ ആക്കാം. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനം വരുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞു, എങ്ങനെ വന്നു എന്നും പറഞ്ഞു അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താണ്? ആമുഖമാണ്, അത് ഹൊറോസ്കോപ്പാന്ന് പറഞ്ഞവരുണ്ട്, ഐഡന്റി കാർഡാന്ന് പറഞ്ഞു, എങ്ങനെ വന്നു, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു, BN റാവുവിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ആരുടെ കാര്യം പറഞ്ഞു? നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഡേറ്റ് പറഞ്ഞു. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്രിയാമ്പിളിൻ്റെ ടെക്സ്റ്റ്. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്താണ്? ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ, നമ്മൾ പറഞ്ഞ കാര്യമാണ്, സോവറിൻ സോഷ്യലിസ്റ്റ്. ഈ സോഷ്യലിസ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. എന്ത് സെക്യൂർ ചെയ്യാൻ പോവുകയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി. എന്തൊക്കെ ജസ്റ്റിസുകളാണ്? സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ. ലിബർട്ടി എന്താണ്? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. Equality of status and opportunity and to promote among them all. Fraternity, assuring the dignity of the individual and the unity and integrity of the nation. Okay, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ടെൻഷൻ ആവണ്ട. ഓക്കെ, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇനി അടുത്ത കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റ് 26th day of November 1949. Okay, do hereby adopt, enact and give to ourselves this constitution.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗീവ് ടു അവർ സെൽഫ്, നമ്മൾ നമുക്ക് തന്നെ നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശദമായിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, വി ദ പീപ്പിൾ ടൈംസ് ശ്രദ്ധിച്ചല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും സംശയം തോന്നുന്നവരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കുക. ഓക്കെ, ഇനി നമ്മൾ കണ്ടു. ഇനി വി ദ പീപ്പിൾ എന്നുള്ളത് ശ്രദ്ധിച്ചു അല്ലേ? എന്താണത്? അതാണ് സോഴ്സ് ഓഫ് പവർ ഓർ സോവറനിറ്റി. അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അധികാരം, ആക്ച്വൽ അധികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ അധികാരികൾ ജനങ്ങൾ തന്നെയാണ്. അതാണ് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പാർട്ട്ലി elected or nominated members ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ തിരുവിതാംകൂർ ആയിരുന്നു അല്ലേ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നടങ്ങുന്ന സ്ഥലമായിരുന്നു കേരളം. നമ്മുടെ ഇവിടെ ഈ രാജഭരണം നിന്നിരുന്ന തിരുവിതാംകൂറിൽ നിന്ന് ഇവിടുത്തെ അന്നത്തെ സഭയിൽ നിന്ന് ഒരാളെ അയക്കുകയും, മലബാർ മദ്രാസിന്റെ ഭാഗമായിരുന്നുകൊണ്ട് ഇപ്പോൾ ദാക്ഷാണി വേലായുധൻ ഉദാഹരണമാണ് അല്ലേ? അവരൊക്കെ ഭരണഘടനയിലെത്തി എന്ന് വെച്ചാൽ നമ്മളെ പ്രതിനിധീകരിച്ചാണ് അവരവിടെ എത്തിയത്. അപ്പോൾ ആരാണ്? നമ്മളാണ് അവരെ അയച്ചത്. അതുകൊണ്ടാണ് അധികാരം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് നിൽക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പഞ്ചായത്ത് ഇലക്ഷന് പോവുകയാണ് അല്ലേ? 18 വയസ്സ് കഴിഞ്ഞ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളാണ് അവർക്ക് അധികാരം കൊടുക്കുന്നത്. അപ്പം യഥാർത്ഥ അധികാരികൾ നമ്മൾ തന്നെ. അതാണ് ഭരണഘടനയുടെ അടിസ്ഥാനം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് ഭരണഘടനയുടെ പവർ, ആക്ച്വൽ പവർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. നമ്മൾ അവിടുത്തെ ഒരു വ്യക്തിയോട് പറയാണ് ഇന്ത്യ ഇങ്ങനെയാണ്, ഇന്ത്യയുടെ നേച്ചർ ഇതാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇത് സെപ്പറേറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്വഭാവം ഇതാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഭരണഘടനയിൽ ആമുഖത്തിൽ ഇന്ത്യയുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും ഇതും ആമുഖത്തിലുണ്ട്. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേറ്റ് ഓഫ് അഡോപ്ഷൻ നവംബർ 26, 1949. ഇത് നമ്മൾ 2015 മുതൽ 2015 മുതൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഇത് ആഘോഷിക്കുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ 2025 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ തീം എന്തായിരുന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, അറിയാവുന്നവർ ഓർക്കുക കേട്ടോ. അതായത് ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്നാണ് പറയുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രൈഡ്. ഓക്കെ, അത് തീം ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റ് എന്താണ്? നമ്മൾ പ്രിയാമ്പിൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്. ഓക്കെ, പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് ഏതാണ്? ജനുവരി 26 ഓക്കെ, മനസ്സിലായല്ലോ? ഈ ജനുവരി 26 ഡേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അതായത് നമ്മൾ 1930 പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ നടത്തിയിരുന്നു. ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ്, INC സെഷനുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ജനുവരി 26 തിരഞ്ഞെടുത്തത്. അപ്പോൾ നവംബർ 26, 1949 ജനുവരി 26, 1950 നമ്മുടെ ഡിഫറൻസ് ഓർത്തിരിക്കണം, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റും ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനും ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോട്ടോ. ഓക്കെ, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ആദ്യത്തെ കാര്യം സോവറനിറ്റി.
പരമാധികാരം. ഓക്കെ, മലയാളം മീനിങ് ആണ് പരമാധികാരം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള സുപ്രീം അതോറിറ്റി ഉണ്ട്. എവിടെയാണ്? ഇന്റേണലി, എക്സ്റ്റേണലി, രണ്ട് രീതിയിൽ. ഈ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമ അധികാരം ഉണ്ട്. ഇനി അകത്ത് ഇതെങ്ങനെയാണ് അപ്ലൈ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അകത്ത് അപ്ലൈ ആവുന്ന വെച്ചാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം യഥാർത്ഥ ഇന്ത്യ ഇങ്ങനെയൊന്നും അല്ല. എന്നാലും ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, മഹാരാജ്യത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇങ്ങനെയാണല്ലോ. ഈ ഷേപ്പിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഇതാണ് അല്ലേ. ഈ ടെറിട്ടോറിയൽ ബൗണ്ടറീസിൽ എന്ത് നടക്കണം എന്നുള്ളത് നമ്മുടെ പരമാധികാരമാണ്. എവിടെ? സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റിന് അധികാരമാണ്. സെൻട്രൽ ഗവൺമെന്റ് അല്ല, പാർലമെന്റിന് അധികാരമാണ്. ഓക്കെ, അതെങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 2(3) നമുക്ക് അകത്ത് എന്ത് മാറ്റം വരുത്താനും പാർലമെന്റിന് അധികാരം കൊടുക്കുന്ന 2 ആർട്ടിക്കിളുകളാണ് കേട്ടോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടന്നു അല്ലേ. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ തരംതിരിച്ചു. അത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ടെറിട്ടോറിയൽ ബൗണ്ടറീസിനകത്ത് പാർലമെന്റ് നടത്തിയ ഒരു മാറ്റമാണ്. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് 2014 തെലുങ്കാന സംസ്ഥാനം വന്നു അല്ലേ. തെലുങ്കാന സംസ്ഥാനം വന്നത് ഇതിന് ഉദാഹരണമാണ്. ഇനി ഈ ഒരു 2 വർഷം മുന്നേ നടന്ന വേറൊരു കാര്യമുണ്ട്. അതായത് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ദാദ്ര നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയുവും ഒറ്റ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആക്കി. ഇതും ഇതിൻ്റെ ആർട്ടിക്കിളാണ്. ഓക്കെ, ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അധികാര സ്ഥലത്ത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ബംഗ്ലാദേശ് അല്ലേ, ഇവിടെ നേപ്പാൾ, മുകളിൽ ചൈന അല്ലേ, ഇവിടെ അഫ്ഗാനിസ്ഥാൻ അല്ലേ, ഇവിടെ പാകിസ്ഥാൻ, ഇവിടെ ഭൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. ഭൂട്ടാൻ, ഇവിടെ മ്യാൻമാർ, ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. ഒരു ഏകദേശ ചിത്രമാണ് കേട്ടോ. ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് ചൈന കയറി വന്നാലും ഇവിടുന്ന് പാകിസ്ഥാൻ കയറി വന്നാലും നമ്മൾ വാർത്തയിൽ കാണാറുണ്ട് ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നല്ലേ. അങ്ങനെയുള്ള ഇഷ്യൂസ് അവർക്ക് കയറി വന്ന് നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കാനുള്ള അധികാരമില്ല. അതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഓക്കെ, ഇനി അല്ലാതെ നമ്മളൊരു രാജ്യവുമായിട്ട് സ്ഥലം കൈമാറണമെങ്കിൽ അതിനൊരു ഉപാധിയുണ്ട്. അതിനൊരു ഉപാധിയെ ചൊല്ലി നമ്മുടെ പ്രിയാമ്പിൾ ഒരുപാട് തവണ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ബേറുബാറി യൂണിയൻ കേസ്. ഓക്കെ, ബേറുബാറി യൂണിയൻ കേസ് 1960 കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSC ചിലപ്പം ക്രൊണോളജി ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ വർഷമായിട്ട് ചോദിക്കാം, ഇനി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇവിടെ കണ്ടില്ലേ ബംഗ്ലാദേശ്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു അല്ലേ. ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ റീജിയനിലുള്ള ഒരു സ്ഥലം ബേറുബാരി എന്ന് പറയുന്ന ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം വന്നു. അവർക്ക് വേണം, അവർക്ക് കൊടുക്കാമോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ വന്നു. അപ്പോൾ നമ്മുടെ പ്രസിഡന്റും സുപ്രീം കോടതിയോട് ചോദിച്ചു. ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് സംശയം ചോദിച്ചു, ഇങ്ങനെ കൊടുക്കാമോ, അതോ ഇത് പാർലമെന്റ് അധികാര പരിധി ഏത് ആർട്ടിക്കിൾ 368 അമെൻഡിങ് പവറുമായിട്ട് ബന്ധപ്പെട്ട് വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഓക്കെ, അപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സോവറിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോവറിനിറ്റി ഉപയോഗിക്കാൻ എന്ന് വെച്ചാൽ സ്ഥലം ഇന്റേണലി നടത്തുന്നത് ഭരണഘടന അമെൻഡ് ചെയ്ത് നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ഇപ്പം തെലങ്കാന കൊണ്ടുവന്ന കാര്യം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഇതിനൊന്നും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആർട്ടിക്കിൾ 368 പ്രകാരം നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ സ്ഥലം മറ്റ് രാജ്യത്തിന്, അതായത് എക്സ്റ്റേണലി വിട്ടുകൊടുക്കുമ്പോൾ അമെൻഡ് ചെയ്യണം എന്ന് കോടതി പറഞ്ഞു വെച്ചു.
അതാണ് നമ്മുടെ സോവറിനിറ്റി. അതിൻ്റെ ആപ്ലിക്കേഷനാണ്, ഏറ്റവും പുതിയ ആപ്ലിക്കേഷനാണ് 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. അതെന്തായിരുന്നു? ബംഗ്ലാദേശുമായിട്ട് ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻ്റ് ആയിരുന്നു. എൻക്ലേവ് ട്രാൻസ്ഫർ. എൻക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ ശ്രദ്ധിക്കണേ, ഇത് ഇന്ത്യ ആണെങ്കിൽ ഇത് ബംഗ്ലാദേശാണെന്ന് വെക്കുക. ഓക്കെ, ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്. ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ് എൻക്ലേവുകൾ. ഇത് പരസ്പരം കൈമാറുന്നതിനെ കുറിച്ചുള്ള എഗ്രിമെൻ്റ് ആണ് ഈ 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. ഇതെന്താണ് നമ്മളിത് പറയാൻ കാര്യം? എന്താണ്? സോവറിനിറ്റി. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണലി സോവറിനിറ്റി എങ്ങനെ അപ്ലൈ ആവുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ സോവറിനിറ്റി എന്ന കാര്യം ക്ലിയർ ആയോ? ഇന്റേണലി എങ്ങനെ നടത്താം, എക്സ്റ്റേണലി എന്ന് നടത്താം. ഇതിൽ ബേറുബാരി യൂണിയൻ കേസിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഓക്കെ, ഈ ബേറുബാരി യൂണിയൻ കേസൊക്കെ നമ്മൾ വീണ്ടും കാണും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ? ഇനി അടുത്ത സ്ലൈഡിൽ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ എക്സ്റ്റേണലി നമ്മൾ ലാൻഡ് ബൗണ്ടറി കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി അന്താരാഷ്ട്ര തലത്തിലുള്ള ഓർഗനൈസേഷൻസിൽ നമ്മൾ മെമ്പർ ആവുമ്പോൾ അത് നമ്മുടെ സോവറിനിറ്റിയെ ബാധിക്കുന്നുണ്ടോ? അത് അന്വേഷിച്ച് കണ്ടെത്തുക. ഒരു ഹോംവർക്കായിട്ട് ഞാൻ തരികയാണ്. ഓക്കെ, ബാധിക്കുന്നുണ്ടാവുമോ? ആലോചിച്ച് നോക്കണേ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത കീവേഡ് എന്തായിരുന്നു നമ്മുടെ അടുത്ത കീവേഡ്? നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്താണ്? സോവറിനിറ്റി എന്ന് പറഞ്ഞു. അടുത്ത നേച്ചർ എന്താണ്? സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് എന്താണ് ഇന്ത്യയുടെ സോഷ്യലിസം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോഷ്യലിസം കണ്ടോ? ഇന്ത്യയുടെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുധാരയിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യലിസത്തിനപ്പുറം ഒരു ജനാധിപത്യപരമായ സോഷ്യലിസമാണ്. എന്താണ് ഈ ജനാധിപത്യപരമായ സോഷ്യലിസം? അത് കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം അല്ല, സ്റ്റേറ്റ് സോഷ്യലിസം അല്ല. അപ്പൊ എന്താണ് കമ്മ്യൂണിസ്റ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് സോഷ്യലിസം? അത് രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. ഓക്കെ, കാരണം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ USSR അല്ലെങ്കിൽ ചൈന, ഇവിടെയൊക്കെ ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് കൺസെപ്റ്റിലുള്ള സോഷ്യലിസം ആയിരുന്നു. എന്താ അതിൻ്റെ അടിസ്ഥാനം? അതായത് സർവവുമായ ഉൽപാദനവും വിതരണവും, ഇപ്പം അരി, പച്ചക്കറി, പാൽ തുടങ്ങിയ സർവ്വകാര്യങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്നു, സർക്കാർ വിതരണം ചെയ്യുന്നു. ഓക്കെ, അവിടെ സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യമായ ഭൂമിയോ ഒരു പരിധി കൂടുതൽ സ്ഥലമിടപാടുകളോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. ഓക്കെ, ഇത് തന്നെയാണ് മാർക്സിയൻ ഐഡിയോളജി, അതായത് ക്ലാസ്ലെസ് സൊസൈറ്റി. ഓക്കെ, ഈ ഐഡിയയെ ബേസ് ചെയ്ത് ഉള്ള കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്ന കൺസെപ്റ്റാണ് മറ്റത്, അതായത് ചൈനയിലും USSRലും ഒക്കെ നിൽക്കുന്നത്. ഇനി നമ്മുടെ കേസ് നമ്മൾ പറഞ്ഞു എന്താണ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു. എങ്ങനെ ഡെമോക്രാറ്റിക് ആവുന്നത്? മിക്സഡ് ആണ്. ഈ മിക്സഡ് എന്ന ടൈം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചെറിയ ടങ് സ്ലിപ്പ് വരുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ഈ മിക്സഡ് എന്ന ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്കിവിടെ ഇപ്പോൾ എൻ്റെ പേരിൽ സ്ഥലമുണ്ടെങ്കിൽ ഓക്കെ, സർക്കാർ അത് പിടിച്ചു മേടിക്കാൻ വരില്ല. എൻ്റെ സ്ഥലത്ത് എനിക്കൊരു കടയിടാം, അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങാം. ഓക്കെ, എൻ്റെ സ്ഥലത്ത് ഒരു ഫാക്ടറി ഉണ്ട്, തൊട്ടപ്പുറത്തെ സ്ഥലത്തൂടെ എന്താണ് ഇപ്പോൾ ഒരു സർക്കാർ സ്ഥാപനം, എന്താ പറയുക, കോട്ടൺ കോർപ്പറേഷൻ. ഓക്കെ, ഇതും സർക്കാരിനും പരുത്തി ഉണ്ടാക്കാം, എൻ്റെ സ്ഥലത്തും ഉണ്ടാക്കാം. ഓക്കെ, അതാണ് പ്രൈവറ്റ് പബ്ലിക് രണ്ടുമുണ്ട്. ഇതാണ് നമ്മുടെ ഏർപ്പാട്. ഓക്കെ, കണ്ടോ, കോ എക്സിസ്റ്റ്, അതാണ് പറയുന്നത്, ഒരുമിച്ച് നിലനിൽക്കുന്നു. ഓക്കെ, ഇനി മാർക്സിസം നമ്മൾ പറഞ്ഞു എന്താണ് ക്ലാസ്ലെസ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇന്ത്യയിൽ മാർക്സിസവും ഗാന്ധിസത്തിന്റെയും ബ്ലെൻഡ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ്? നമ്മൾ കണ്ടൊരു വാക്കാണ് ഇക്വാളിറ്റി. ഈ ഇക്വാളിറ്റി ഉണ്ടാക്കണമെങ്കിൽ മാർക്സിസവും വരണം, ഗാന്ധിസവും വരണം. ഗാന്ധിസത്തിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? മൊറാലിറ്റി,
ട്രസ്റ്റിഷിപ്പ്, അങ്ങനെയുള്ള കുറച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ തുല്യത, അധസ്ഥിത വർഗങ്ങൾ ഇല്ലാതെ അവരെ ഉയർത്തി തുല്യമായൊരു സമൂഹം പടുത്തുയർത്തുക. ഇതാണ് മാർക്സിസവും ഗാന്ധിസവും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു എഫക്റ്റ്. ഓക്കെ, ഇനി ഗാന്ധിസത്തിലേക്ക് ഹെവിലി ടുവേർഡ്സ് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ പ്യുവർലി കമ്മ്യൂണിസം മാർക്സിസത്തിലേക്ക് പോയിട്ടില്ല. നമ്മളിപ്പോൾ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പരിപാടിയൊക്കെ നമ്മൾ സ്വാതന്ത്ര്യാനന്തരം നടത്തിയിരുന്നു. ഓക്കെ, ഞാൻ ഒരുപാട് പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല, കാരണം അത് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ്. എന്താണേലും ഈ തുല്യത ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു. ഇനി ഈ സോഷ്യലിസം കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ സിമ്പിളി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ സിനിമാ നടൻ വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട് നാടകാചാര്യനായി NN പിള്ള. അദ്ദേഹം സോഷ്യലിസ്റ്റെ കുറിച്ച് പറഞ്ഞൊരു സുന്ദരമായ വാക്യമുണ്ട്. എനിക്ക് 2 ആടുണ്ട്. ഒന്ന് ആലോചിക്കും, എനിക്ക് 2 ആടുണ്ട്. ഓക്കെ, ഞാൻ അതിലൊരാടിനെ ഒരാൾക്ക് കൊടുക്കുന്നു, അതാണ് സോഷ്യലിസം. ഓക്കെ, ഇനി എൻ്റെ 2 ആടിനെ സർക്കാർ ഏറ്റെടുത്തിട്ട് എനിക്ക് 2 തുടം പാല് തരുന്നു, അതാണ് കമ്മ്യൂണിസം. ഓക്കെ, ഇനി നേരെ മറിച്ചോ, എൻ്റെ 2 ആടിനെ, എൻ്റെ 2 പെണ്ണാടാന്ന് വെക്കുക, ഞാൻ മറ്റൊരാൾക്ക് വിട്ടിട്ട് അയാളുടെ മുട്ടനാടിനെ വാങ്ങിക്കുകയോ വേറൊരു പശുവിനെയൊക്കെ വാങ്ങിക്കുന്ന ഏർപ്പാടാണ് ക്യാപിറ്റലിസം. എന്ന് വെച്ചാൽ വേറൊരു തരത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി വേറൊരു ഇസമുണ്ട്, ഇംപീരിയലിസം. ഓക്കെ, ഇംപീരിയലിസം ഇതെന്താണ്? ചെവി അറിയാതെ എൻ്റെ 2 ആടിനെ മോഷ്ടിച്ചുകൊണ്ട് പോകും. ഓക്കെ, അതാണ് ഇംപീരിയലിസം. അപ്പോൾ സിമ്പിളി പറഞ്ഞാൽ അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ എന്താണ് ഡെമോക്രാറ്റിക് ആണ് എന്ന് വെച്ചാൽ എന്താണ്? മാർക്സിസവും ഗാന്ധിസവും ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന, തുല്യത ഉറപ്പാക്കുന്ന, പബ്ലിക്കും പ്രൈവറ്റും ഒരുമിച്ചുള്ള മിക്സഡ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ പ്രത്യേകത, മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ഭരണഘടനയിൽ ഇത് ഇടയ്ക്ക് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷെ ഞാൻ പറയുന്നുണ്ട്, എങ്കിലും പറയാണ്. ഈ സോഷ്യലിസം എന്ന വാക്ക് നമ്മുടെ നവംബർ 26, 1949 വന്ന ഭരണഘടനയിൽ ഇല്ലായിരുന്നു. ഓക്കെ, അത് 42ാമത്തെ അമെൻഡ്മെന്റ് എന്നാണ് 1976 നടത്തിയപ്പോൾ കൊണ്ടുവന്നതാണ്. അതിനു മുന്നേ സോഷ്യലിസ്റ്റിക് എന്താണ് തുല്യത ഉറപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക, പ്രത്യേകിച്ച് DPSP. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 39B. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റീരിയലിസ്റ്റിക് റിസോഴ്സസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ, ആരും ആയിക്കോട്ടെ, ഒരു വിഭാഗമോ ഒരാളുടെ കയ്യിലോ ഒരുപാട് സ്വത്ത് അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുക, ഇത്രേ ഉള്ളൂ. അപ്പോഴേ മനസ്സിലാക്കാം ഒരാളുടെ കയ്യിൽ കൂടിക്കഴിഞ്ഞാൽ മറ്റെവിടെയോ കുറവ് വരുന്നുണ്ട്. അത് തന്നെയല്ലേ ക്ലാസ്ലെസ് സൊസൈറ്റി അല്ലെങ്കിൽ ഗാന്ധിസം? അതാണ് നമ്മുടെ സോഷ്യലിസം. ഓക്കെ, ഈ DPSP ഒക്കെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടുന്ന ഭാഗമാണ് പൊളിറ്റിയിൽ. ഓക്കെ, ഇനി ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എന്തിനാണ് അധസ്ഥിതരായവരെ ഉയർത്തുന്ന സാധനം അല്ലേ? എന്ന് വെച്ചാൽ എൻഡ് പ്രൊവർട്ടി, ഇഗ്നോറൻസ്, ഡിസീസ് ആൻഡ് ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അതിനൊരു ഉദാഹരണമായ കേസാണ് സമത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. 97 നടന്ന കേസാണ്. ഇതെന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടുത്തെ ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. അവരെ അവരുടെ ലാൻഡിൽ നിന്ന് ഒഴിച്ചു വിട്ടപ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന കൺസെപ്റ്റിന് വേണ്ടിയിട്ട് അവർ വാദിച്ചൊരു കേസാണിത് കേട്ടോ, സമത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഓർത്തിരുന്നാൽ നല്ലത്. പിന്നെ നമ്മൾ സോഷ്യലിസത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞു, ഇങ്ങനെയാണ്, തുല്യതയാണ്, ഉയർത്തലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ കൂടി നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലേ, ഈ 3 സാധനം, ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ?
1991 PV നരസിംഹറാവുവിൻ്റെ സമയത്ത് നടപ്പിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് നമ്മുടെ മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നടപ്പിലാക്കിയ ഒരു ചരിത്രപരമായൊരു സാമ്പത്തിക റീഫോർമേഷൻ മാറ്റമായിരുന്നു LPG റിഫോംസ്. അതിനുശേഷം നമ്മുടെ ഈ സോഷ്യലിസത്തിൻ്റെ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ കൺസെപ്റ്റ് മാറി മറിഞ്ഞു എന്നാണ് പറയുന്നത്. വിമർശനമാണ്, ഒരു വശത്തെ വിമർശനമാണ് കേട്ടോ. നമ്മൾ കൂടുതൽ ക്യാപിറ്റലിസത്തിലോട്ട് മാറി, എക്കോണമി കുറച്ചുകൂടെ ഓപ്പണായി, തുല്യത കുറയുന്നു എന്നൊക്കെയുള്ള ഒരു വശത്തുനിന്നുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ സോഷ്യലിസത്തെ കുറിച്ച് പറഞ്ഞു, നമ്മൾ സോവറനിറ്റി കണ്ടു. ഇനി എന്താണ് സെക്യുലറിസം? നമ്മൾ സെക്യുലറിസത്തെ കുറിച്ച് നിരന്തരം നമ്മൾ ന്യൂസിൽ കാണുന്ന ഒരു വാക്കാണ് അല്ലേ. എന്താണ് സെക്യുലറിസം? ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുമായിട്ടോ നമ്മുടെ രാജ്യവുമായിട്ടോ ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒഫീഷ്യലായിട്ട് റിലീജിയൻ ഇല്ല, അത്രേ ഉള്ളൂ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതെ, ഒഫീഷ്യലായിട്ട് റിലീജിയൻ ഇല്ല. എല്ലാ റിലീജിയനും എല്ലാ മതവും നമുക്കൊരുപോലെയാണ്. ഒരേ ബഹുമാനത്തോടു കൂടി നമ്മുടെ രാജ്യം അവരെ സ്വീകരിക്കുന്നു. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞു 42ാമത്തെ അമെൻഡ്മെന്റ് ആക്ടിന്റെ കാര്യം അല്ലേ. അപ്പോൾ അതെന്തായിരുന്നു? സോഷ്യലിസം അന്നേരം കൊണ്ടുവന്നതാണ്, സെക്യുലറിസം അന്നേരം ഇപ്പം ഒരുമിച്ച്, അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇത് നമ്മുടെ കാര്യമാണ് ഈ സെക്യുലറിസം എന്ന് പറഞ്ഞത് അല്ലേ. എന്ത്, നമുക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. അതിനെ നമുക്ക് ഒരു പോസിറ്റീവ് കൺസെപ്റ്റ്, എന്താണ്, എല്ലാവരും നമ്മൾ ഒരുപോലെയാണ് കാണുന്നത്, അതുകൊണ്ട് അതൊരു പോസിറ്റീവ് കൺസെപ്റ്റായിട്ട് പറയാം. ഓക്കെ അല്ലേ, ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. അതിന് വേറൊരു സംസ്കൃത ടേമുണ്ട്, നമ്മൾ ജനറലി പറയുന്നതാണ്. ഓക്കെ, സർവ ധർമ്മ സമഭാവ. ഓക്കെ, സർവധർമ്മ സമഭാവ, സമം തുല്യം. മനസ്സിലായല്ലോ, ഒരുപോലെ കാണുന്നു. ഇനി പാശ്ചാത്യ നാടുകളിൽ, അതായത് വെസ്റ്റേൺ കൺസെപ്റ്റിൽ നെഗറ്റീവ് കൺസെപ്റ്റ് എന്നാണ് പറയുന്നത് പൊതുവിൽ. എന്തുകൊണ്ടെന്നാൽ അവർ കംപ്ലീറ്റ് സെപ്പറേഷനാണ്. എവിടുന്ന്? മതത്തിൽ നിന്ന്. അവിടെ സ്റ്റേറ്റും മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താണ്, നമ്മൾ ഒരുപോലെ സ്വീകരിക്കുന്നു. അവിടെ എന്താണ്, കംപ്ലീറ്റ്ലി എല്ലാ മതങ്ങളെയും മാറ്റിവെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പോസിറ്റീവാണ് നെഗറ്റീവാണ്. ഓക്കെ, നമ്മളിവിടെ എന്താണ്, സർവധർമ്മ സമഭാവ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അവിടെ ധർമ്മ നിരപേക്ഷത, ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ. എന്നുവെച്ചാൽ ജനറലി പറയുന്നതാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്ന്. ഇത് ഓർത്തിരിക്കുക. നമ്മളെന്താണ്, പോസിറ്റീവാണ്, ഈക്വലാണ്, തുല്യതയോടെ എല്ലാത്തിനെയും കാണുന്നു. ഓക്കെ, അവിടെ എന്താണ്, മാറ്റി നിർത്തുന്നു. അത്രേ ഉള്ളൂ സെക്യുലറിസം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, ഇനി സെക്യുലർ അല്ലാത്ത ഒരു കാര്യം, രണ്ട് കാര്യം കൂടെ ഉണ്ട്. എത്തിയിസ്റ്റിക്, തിയോക്രാറ്റിക്. എത്തിയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആന്റി റിലീജിയനാണ്, മതത്തിനെതിരാണ്. നമ്മുടെ കേസ് എന്തായിരുന്നു, എല്ലാ മതങ്ങളും ഒരുപോലെ. വെസ്റ്റേൺ കൺസെപ്റ്റ് എന്തായിരുന്നു, മതം മതത്തിൻ്റെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്, കുറ്റത്തിനുമില്ല നല്ലതിനുമില്ല, മാറ്റി നിർത്തുന്നു. ഓക്കെ, ഇനി എത്തിയിസ്റ്റിക് എന്താണ്, മതത്തിനെതിരാണ്, മതത്തിനെതിരെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ മോഡേൺ സെൻസിൽ അത്ര റെലവൻ്റ് അല്ലെങ്കിൽ കൂടിയും ഇപ്പം നമുക്ക് നോർത്ത് കൊറിയ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, നോർത്ത് കൊറിയ ഉദാഹരണമായിട്ട് പറയാം. ഇനി തിയോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു മതത്തെ അംഗീകരിക്കുന്ന രാജ്യം. ഞങ്ങൾ ഈ മത രാജ്യപ്പെട്ടവരാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. മനസ്സിലായോ? കണ്ടോ, ഇസ്ലാമിക് ആണ്, നമ്മൾ മുസ്ലിം രാഷ്ട്രമാണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. കണ്ടോ, റിപ്പബ്ലിക്, ഈ ടൈമൊക്കെ നമ്മൾ വരും കേട്ടോ. ഇതാണ് സെക്യുലറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. കണ്ടോ, സെക്യുലറിസം എന്താണ്, മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അതായത് ഇന്ത്യനും ഉണ്ട് വെസ്റ്റേണും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത കേസ് എന്താണ്, എത്തിയിസ്റ്റിക് ഓർ തിയോക്രാറ്റിക് എന്ന രണ്ട് സെപ്പറേറ്റ് കേസുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഡെമോക്രസി ഓർ ഡെമോക്രാറ്റിക് എന്നാണ് നമ്മുടെ പ്രിയാമ്പിളിൽ കിടക്കുന്നത്. ഓക്കെ, പ്രിയാമ്പിളിലെ ടെക്സ്റ്റ് മറന്നു പോകരുത് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ അതൊന്ന് നോക്കണം.
എന്താണിത് കണ്ടോ? നേച്ചർ ഓഫ് ഇന്ത്യ സോവറിൻ കണ്ടു, സോഷ്യലിസം കണ്ടു, സെക്കുലർ കണ്ടു. അടുത്ത് ഡെമോക്രാറ്റിക് ആണേ. ഓക്കെ, ജനാധിപത്യം. നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് നമ്മൾ ചെറുപ്പം തൊട്ടായി പുസ്തകങ്ങളിൽ പഠിച്ചു വരുന്ന കാര്യമാണ്. എന്താണ് നമ്മുടെ ജനാധിപത്യം? ഓക്കെ, നമുക്കത് പരിശോധിക്കാം. ഓക്കെ അല്ലേ? ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫോർ ദ പീപ്പിൾ സിനിമ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇത് പറഞ്ഞ ആരാന്നറിയാലോ? അബ്രഹാം ലിങ്കൺ. ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ, അതാണ് സംഭവം. അതിനെയാണ് ഡോക്ട്രൈൻ ഓഫ് പോപ്പുലർ സോവറനിറ്റി എന്ന് പറഞ്ഞത്. ഞാൻ മുന്നേ ഭരണഘടന അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ സഭയിലേക്ക് ആൾക്കാർ പോയതിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നു. എങ്ങോട്ടേക്ക് വോട്ട് ചെയ്യുന്നു? പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങോട്ട് വോട്ട് ചെയ്യുന്നുണ്ട്? പാർലമെന്റ്, ലോക്സഭയിലേക്കും വോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതിനെയാണ് പോപ്പുലർ സോവറനിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വേർഡ് പോപ്പുലർ എന്ന് പറയുന്നത്? ഇപ്പം 100 പേരുണ്ട്, അല്ലെങ്കിൽ 100 പേരുണ്ട്, 2 സ്ഥാനാർത്ഥികളുണ്ട്. ഓക്കെ, 50 പേര് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ജയിച്ചോ? ഇല്ല. 51 പേര് ഒരാൾക്ക് വോട്ട് ചെയ്തു, ഇവിടെ 49 ഉള്ളൂ, ഇയാൾ ജയിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് പോപ്പുലർ എന്ന് പറയുന്നത്. കരുതരുത്, ഈ ജയിച്ച ആളും ഈ 49നെയും കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട്. ഒരാൾ ജയിക്കുന്നുണ്ട്, അയാൾ ഈ 49നെയും കൂടി പ്രതിനിധീകരിക്കുന്നു. അതാണ് ഈ പോപ്പുലാരിറ്റി. ഓക്കെ, അപ്പം ഞാൻ വോട്ട് ചെയ്ത ആൾ ജയിച്ചില്ലെങ്കിൽ കൂടിയും ജയിച്ച ആൾ എന്നെയും കൂടി പ്രതിനിധീകരിക്കുന്ന ആളാണ്. ക്ലിയർ ആണല്ലോ? അതാണ് പോപ്പുലർ സോവറനിറ്റി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി റെപ്രസെൻറ്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസിയാണ്. പറഞ്ഞു, എന്നെ പ്രതിനിധീകരിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ എങ്ങോട്ട് പ്രതിനിധീകരിക്കുന്നു? എന്നെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തുന്നു. അതാണ് നമ്മുടെ ജനാധിപത്യം. ഓക്കെ, ഇനി അത് മാത്രമാണോ ഈ പറഞ്ഞതിനൊക്കെ ഇതെല്ലാം പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് അല്ലേ? ഈ പറഞ്ഞതെല്ലാം എന്താണ്? പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്. ഇനി അത് മാത്രമാണോ? സോഷ്യൽ ആൻഡ് എക്കണോമിക്കും ഉണ്ട്. സോഷ്യൽ ആൻഡ് എക്കണോമിക്കും ഉണ്ട്. ഓക്കെ, ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് എന്ന് പറയുമ്പോൾ സാമൂഹികമായ ജനാധിപത്യം എന്താണ്? ഇതില്ലെങ്കിൽ രാഷ്ട്രീയപരമായ ജനാധിപത്യം ഉണ്ടാവില്ലെന്നാണ് ഭരണഘടനാ അസംബ്ലിയിലുള്ള വാദപ്രതിവാദത്തിൽ തെളിഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം ഇപ്പം നമ്മൾ മറ്റേ ട്രൈബൽസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സമതാ സ്റ്റേറ്റ് കേസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ അതുപോലെ തന്നെ സാമ്പത്തികമായി ഇപ്പം പെൻഷൻ, ഓക്കെ, പെൻഷൻ, സ്കോളർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്കണോമിക് ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടോ എന്തൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ റിസർവേഷൻ സോഷ്യൽ ഡെമോക്രസിക്ക് വേണ്ടിയുള്ള കാര്യമാണ് അല്ലേ? തുല്യത ഉറപ്പാക്കുക. എങ്ങനെ? സാമൂഹിക സാമ്പത്തികമായ ജനാധിപത്യം ഉയർത്തുക. ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ, പല രീതിയിൽ വരുന്നുള്ളൂ. ഒരേ അർത്ഥമാണ്, ഒരേ മാനമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡെമോക്രസി എന്താണ്? പോപ്പുലർ സോവറനിറ്റി. ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന പോപ്പുലറായ പരമാധികാരം, അതാണ് നമ്മുടെ അധികാരമാണ്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടു എന്താണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് തന്നെയാണിത്. ഓക്കെ, ഉറപ്പല്ലേ? ഓക്കെ, ഇനി റിപ്പബ്ലിക്. നമ്മൾ മുന്നേ ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നുള്ള പേര് പറഞ്ഞിരുന്നു അല്ലേ? അതെവിടെയാ പറഞ്ഞേ? സെക്കുലറിസമായിട്ട് ബന്ധപ്പെട്ട്. എന്തായിരുന്നു? പാകിസ്ഥാൻ ഒരു തിയോക്രാറ്റിക് നേഷൻ ആണ് എന്ന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അല്ലേ? ഇനി റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ടായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പ്രസിഡന്റ് ഉണ്ട് അല്ലേ? ആരാണ്? 15ാമത്തെ പ്രസിഡന്റാണ്. അതൊരു ഫാക്റ്റ് ആണ് കേട്ടോ. 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു അല്ലേ? നമുക്കൊരു ഇലക്ടഡ് പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. ഉറപ്പല്ലേ?
പക്ഷേ ഇപ്പോൾ ഭൂട്ടാൻ എടുക്കുക, ഭൂട്ടാൻ എക്സാമ്പിളാണ്. ഭൂട്ടാൻ അല്ലെങ്കിൽ ബ്രിട്ടൻ, ഇവർക്കൊരു രാജതലവനുണ്ട്, ഒരു രാജാവുണ്ട് അവിടെ. എന്താണ് വ്യത്യാസം? നമുക്കതില്ല എന്ന് പറഞ്ഞാൽ സിമ്പിളി ആ വ്യത്യാസമല്ല. ഇവർക്ക് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന രാജഭരണം, എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ അവർക്ക് നമ്മുടേതായ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഈ രാജാവിന് ഒരു ആലങ്കാരിക പദവി കൊടുത്തു വെച്ചിരിക്കുകയാണ്. അധികാരങ്ങൾ കുറവായിരിക്കും. നമ്മുടെ ദ്രൗപദി മുർമു അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന് അത്രയും അധികാരങ്ങൾ ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. അടുത്ത വ്യത്യാസം എന്താണ്? എലക്റ്റഡ് ആണ്. നമ്മുടെ പ്രസിഡന്റ് എലക്റ്റഡ് ആണ് കേട്ടോ. ഇവർ എലക്റ്റഡ് അല്ല, ഇവർ പരമ്പരാഗതമായിട്ട്. ഇപ്പോൾ ഭൂട്ടാനിലെ രാജാവ് മരിച്ചാൽ അയാളുടെ പുത്രനോ പുത്രിയോ ആരാണോ അടുത്ത അധികാരി, അടുത്ത അനന്തരാവകാശി, അയാൾ കയറുന്നു. ഇവിടെ അങ്ങനല്ല. ഒരു പ്രസിഡന്റ് മാറുമ്പോൾ അടുത്തയാളെ എലക്ട് ചെയ്യുകയാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ, ഞാൻ പറയാം കേട്ടോ. അതാണ് പറയുന്നത് നോ ഹെറിഡിറ്ററി മൊണാർക്ക്. ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞ അടുത്ത പോയിന്റാണ് പൊളിറ്റിക്കൽ സോവറിറ്റി ഇൻ ദ പീപ്പിൾ. ഇനി ഈ റിപ്പബ്ലിക് തലവനെ നമ്മുടെ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ പോപ്പുലർ സോവറിറ്റി ആവുന്നത്? പറഞ്ഞുതരാം. അതായത് നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇവിടെ എഴുതുവാണേ. നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത്, അല്ലെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ്, നമ്മുടെ നിയമസഭ എന്നിവയിലെ മെമ്പേഴ്സ് എല്ലാവരും ചേർന്നാണ്. ഇതിനകത്ത് എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ. എങ്ങനെ എലക്റ്റഡ് മെമ്പേഴ്സ്? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട നിയമസഭയിലെയും പാർലമെന്റിലെ ആരാണ്? ലോക്സഭ, രാജ്യസഭ. ഈ രണ്ടിലെയും എലക്റ്റഡ് എന്ന വേർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സ്. അതായത് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം, പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം ആൾക്കാരെ. ആ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എലക്ട് ചെയ്ത മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് പ്രസിഡന്റ്. അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ സോവറിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ ഭൂട്ടാനിലെയും ബ്രിട്ടനിലെയും സെറ്റപ്പ് അല്ല ഇവിടെ. വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അവിടെയോ പരമ്പരാഗതമായിട്ട് അനന്തരാവകാശികൾ കൈമാറി വരും. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം എനി പ്രിവിലേജ്ഡ് ക്ലാസ് അങ്ങനെ ഒരു കാര്യമില്ല അവിടെ. അതിന് തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ദ്രൗപദി മുർമു തന്നെയാണ്. അതായത് ഒരു ട്രൈബൽ വനിതയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇന്ന് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യയാണ്. എന്നാലോചിച്ച് നോക്കി. അത് തന്നെയല്ലേ ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ് ക്ലാസ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം? അതെ. ഓക്കെ, ഇനി അപ്പൊ നമ്മളൊരു മേജർ പോർഷൻ കഴിഞ്ഞു കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് തീർത്തിരിക്കുന്നു. അതെന്താണ്? ഇത് കണ്ടോ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന പോർഷൻ തീർത്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇന്ത്യ എന്താണെന്ന് ഇനി പറയാൻ അറിയാമല്ലോ. ഇന്ത്യ എന്താണെന്ന് ഇനി പറയാൻ അറിയാം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഭരണഘടന എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അടുത്തത് നോക്കുന്നത്. ഇതെല്ലാം പ്രിയാമ്പിളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രിയാമ്പിൾ എന്തെന്ന് പറയുന്നത്? ആമുഖമാണെന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഐഡന്റിറ്റി കാർഡ്. ഇനി അതല്ലെങ്കിലോ ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത് ജാതകം. ഓക്കെ അല്ലേ? ഇപ്പോൾ റിവിഷൻ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം.